ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധ പ്രഥമോധ്യായ. ഹരിശ്രീ ഗണപതയേ നമഃ. ജന്മാദ്യസ്യ തന്മയാദിതരതശ്ചാദ്വേഷവിഘ്നസ്വരാൻ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോച്ഛിതകൈതപത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധേ തദ്ഭിः ശുശ്രൂഷവിശേഷണാത് നിഗമകൽപതരോൽഗളിതം ഫലം ശുകമുകാൽ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുവിരഹോ രസികാ ഭുവിഭാവുക. നൈമിഷയാനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദ തയേകദാതമുനയ പ്രാദുർഹൃദഹൃദാഗ്നയ സകൃതം സൂതമാസീനം വപ്രച്ഛുരിതമാദരാ ഋഷയൗജു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതന്യപ്യതീതാനി ധർമ്മശാസ്ത്രാണി അന്യുത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദു വേദത്വം സൗമ്യതൽസൽവം തത്വസ്തദനുഗ്രഹാൽ ഭ്രൂയുസ്നിഗ്ധസി ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത തത്ര തത്രാനുസായുഷ്മൻ ഭവതാനിശ്ചിതം പുംസാമേകാന്തശ്രേയസ്തന്ന സംശിതുമർഹസി പ്രായേണൽപായുഷസ്തഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസ്സു മന്ദപതയോ മന്ദഭാഗ്യാ ഹൃദ്രുതാഃ ഭൂരീണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അത സാധോത്രയൽസാരം സമുദ്ധൃത്യ മനീഷയാഃ ബ്രൂഹിണ ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം വദി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ തന്ന ശുശ്രൂഷമാണാനമർഹസ്യാംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച ആപന്ന സംശ്രുതിം ഘോരാമണ്ണാമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേത യൽബിഭേതി സ്വയം ഭയം യൽപാദ സംശയാസൂത മുനയഃ പ്രശമായനാ സദ്യ പുനന്ദവസൃഷ്ടാ സദ്ദുന്യാപോനുസേവയാ കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേത്യ കർമ്മണ ശുദ്ധികാമോ നശ്രയാൽ യശ കലിമലാവഹം തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂര്യഭി ബ്രൂഹിണ ശ്രദ്ധദാനാനാം ലീലയാ ദദതക്കരാഃ അധാഖ്യാഹിരേർധീമൻ അവതാരകഥാശുഭാ ലീലാം വിചതതസ്വൈജ ഈശ്വരസ്യാത്മമായയാ അയം തു നിതൃപ്യാമുത്തമശ്ലോകവിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പഥേ പഥേ കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാന ഭഗവാൻ ഗൂഢ കപടമാനുഷ കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാഹരേഃ ത്വം ന സന്ദർശിതോ ധാത്രാ ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വകരം പുംസാം കർണധാരൈവാർണവം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാങ്കാഷ്ടാമതനോ വേദേ ധർമ്മ കം ശരണം ഗത. ഹരി ഓം തസ്യ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ പ്രഥമോധ്യായ. ഗോവിന്ദ ഗോവിന്ദ. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം ബ്രഹ്മഹർഷിണി പ്രതിപൂജവചസ്തേഷാം പ്രവർത്തമുപചക്രമേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഗുരുവായൂർ ഏകാദശി. അർജുനന് ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിവസം. അതാണ് ഗുരുവായൂർ ഏകാദശി എന്നത്. ഏകാദശി ഈ ഒരു ദിവസം നമ്മൾ ആഹാരശൈലി കൊണ്ടും മനസ്സും
ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നു. ആരോഗ്യപരമായി മുന്നിട്ട് നിൽക്കുന്ന സജ്ജനങ്ങൾ നിരാഹാരയായിട്ടും മനസ്സിൽ ഭക്തിയും ആരോഗ്യം അനുവദിക്കുന്നില്ല എങ്കിൽ അന്നം ഉപേക്ഷിച്ചിട്ടുള്ള മറ്റ് ഭക്ഷണത്തോട് സദാസമയവും ഈശ്വര ചിന്തയോടുകൂടിയിട്ടും ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചു വരുന്നു. ജീവിതത്തിൽ നിത്യ സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ പലവിധത്തിലുള്ള ടെൻഷൻസാണ് ഉണ്ടാകുന്നത്. എത്രയൊക്കെ വിഷമങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും വിഷമങ്ങൾ ഉണ്ട്. അപ്പോൾ ആ വിഷമങ്ങൾ മാറാൻ പലരും ലൗകികമായിട്ടുള്ള രീതിയിലേക്ക് വഴിമാറിപ്പോകുന്നു, ലഹരി പദാർത്ഥങ്ങൾക്ക് കൊണ്ടൊക്കെ. എന്നാൽ ആത്മീയമായിട്ടുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ടെൻഷൻസ് മാറുകയും ഈശ്വരചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരു ഏകാദശി സുദിനത്തിൽ ശ്രീമദ് ഭാഗവതം ഇവിടെ ആരംഭിക്കുകയാണ്. വേദവ്യാസ മഹർഷി വിപുലീകരിച്ച, അതായത് ചതുശ്ലോകി രൂപത്തിൽ ഭഗവാനിൽ നിന്നും തന്നെ ഉണ്ടായതായിട്ടുള്ള ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ്. സാക്ഷാൽ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. ഈ ഭാഗവതത്തിന് മഹാത്മ്യ പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലായി പറയപ്പെട്ടിരിക്കുന്നു. ഏത് മഹാപരാധം ചെയ്ത ആളായാലും ഭാഗവതത്തിന് മുന്നിൽ വന്ന് അത് ശ്രവിക്കുകയോ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാളുടെ സകല പാപങ്ങളും തീരുന്നു എന്നും മഹാത്മ്യത്തിൽ ധുന്തുകാരിയുടെ കഥയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു.